മഴ തോരും തമ്മിൽ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സ്റ്റാലിൻ വന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട് ട്ടോ. അപ്പം ആൻ്റപ്പൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അലീനയെ വിളിക്കാൻ പറയുന്നുണ്ട്. അപ്പം നമ്മളെ പൗലോസ് പറയുന്നുണ്ട്, അലീനയാണെങ്കിൽ രാവിലെ വന്ന് പറഞ്ഞ് അലീനയ്ക്ക് ഫുഡ് കാര്യങ്ങളൊന്നും വേണ്ട. അലീന ഫാസ്റ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളെ സ്റ്റാലിൻ പറയുന്നുണ്ട്, "ഞാൻ ഇന്ന് എന്തെങ്കിലും പ്രത്യേക ദിവസം വല്ലതും ആണോ? എന്തെങ്കിലും പള്ളിയിൽ നേർച്ചയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?" എന്നൊക്കെ ചോദിച്ചു ഫാസ്റ്റിംഗ് എടുക്കാൻ വേണ്ടി. അപ്പോൾ അവര് പറഞ്ഞു, "ഇല്ല അങ്ങനൊന്നും ഇല്ലാന്ന്" പറയുന്നത്. അങ്ങനെ നമ്മളെ സ്റ്റാലിനാണെങ്കിൽ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ട്ടോ. കഴിച്ചിട്ട് നേരെ അലീനയുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. പോയിട്ടാണെങ്കിൽ നോക്കുന്ന സമയത്ത് നമ്മൾ അലീന അവിടെ റൂമിലെ കതകൊക്കെ അടച്ചിട്ട് കിടക്കുന്നുണ്ട്. അപ്പം നമ്മള് സ്റ്റാലിൻ വിചാരിക്കും, എന്തായാലും ഫാസ്റ്റിംഗ് ഒക്കെ അല്ലേ, അപ്പൊ എന്തായാലും ക്ഷീണം കൊണ്ട് കിടക്കുമായിരിക്കും. എന്തായാലും കിടന്നോട്ടെ, ഞാൻ പിന്നെ എന്തായാലും അലീന എണീറ്റതിന് ശേഷം വന്ന് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാലിൻ അവിടുന്നങ്ങ് പോകുന്നുണ്ട് ട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റാലിനാണെങ്കില് ഒരു എസ്റ്റേറ്റ് ഒക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് നമ്മളെ ആൻ്റപ്പനാണെങ്കിലും പൗലോസും കൂടെ പറയുന്നില്ല, "ഇവളെന്താ ഇങ്ങനെ ഫാസ്റ്റിംഗാന്നൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കുന്നെ? ആഹാരം കഴിക്കാതെ നിരാഹാരമൊക്കെ കിടക്കുന്നല്ലോ ഇവള്. ഇവളിനി അടുത്ത് എന്തെങ്കിലും പ്ലാനിങ്ങോ കാര്യങ്ങളൊക്കെ ആണോന്നൊക്കെ" അവരിങ്ങനെ പരസ്പരം അങ്ങനെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. സ്റ്റാലിനാണെങ്കിൽ പുറത്തൊക്കെ പോയിട്ടാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ രാത്രിയായിട്ട് നമ്മൾ അലീനാണെങ്കിൽ ഫുഡ് കഴിക്കാനൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റാലിനാണെങ്കിൽ ആൻ്റപ്പൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, "അലീന എന്താ പുറത്ത് വന്നോന്ന്?" ചോദിക്കുന്ന സമയത്ത്, "ഇല്ല സാറേ, കുഞ്ഞാണെങ്കിൽ പുറത്ത് വന്നില്ലാന്നൊക്കെ" പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, "അപ്പോൾ നിങ്ങൾ ഇതുവരയ്ക്കും അലീന പുറത്തോട്ട് വരാഞ്ഞിട്ട് നിങ്ങൾ പോയി നോക്കിയില്ലേ?" എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആൻ്റപ്പൻ പറയുന്നില്ല, "റൂം അടച്ച് കിടന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉറങ്ങി കാണും. അതാ പിന്നെ ഞങ്ങൾ പോയി വിളിക്കാഞ്ഞെ, ശല്യം ചെയ്യണ്ടാന്ന് വിചാരിച്ചെന്നൊക്കെ" പറയുന്നുണ്ട്. അപ്പം നമ്മുടെ സ്റ്റാലിൻ പറയുന്നത്, "അതെന്തായാലും കൊള്ളാലോ, ഇത്രയും നേരമായിട്ടും അലീനയെ കാണാത്തപ്പോൾ നിങ്ങളൊന്ന് പോയി നോക്കണ്ടായിരുന്നോ?" എന്നൊക്കെ പറയുന്നുണ്ട്. "കതവിനെങ്കിലും പോയി തട്ടി നോക്കണ്ടായിരുന്നൊക്കെ" പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ പോയി കതവിനൊക്കെ തട്ടുന്നുണ്ട് ട്ടോ. അപ്പം തട്ടുന്ന സമയത്ത് നമ്മളെ അലീനയാണെങ്കില് ഡോർ തുറക്കുന്നൊന്നുമില്ല. അങ്ങനെ ആകെ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ ടെൻഷൻ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റാലിനാണെങ്കിൽ ആൻ്റപ്പൻ്റെ അടുത്ത് പറയുന്നത്, "എന്തായാലും അലീന അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയല്ല, എന്താ പൂട്ടിയിരിക്കുകയോ അല്ല, അത് മുകളിൽ കുറ്റിയിട്ടിരിക്കുകയല്ല. താനൊരു കാര്യം ചെയ്യ്, തന്റേല് വേറെ ചാവി ഉണ്ടല്ലോ, പോയി എടുത്തോണ്ട് വരാനൊക്കെ" പറയും. അങ്ങനെ നമ്മൾ ആൻ്റപ്പനാണെങ്കിൽ പെട്ടെന്ന് പോയി ചാവിയൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മളെ സ്റ്റാലിനാണെങ്കിൽ ഡോറൊക്കെ തുറക്കുന്ന സമയത്താണെങ്കിൽ ആ ഞെട്ടിക്കുന്നൊരു കാഴ്ച കണ്ടിട്ട് കാണുന്നുണ്ട് ട്ടോ. നമ്മളെ അലീനയാണെങ്കില് ബോധം കെട്ടാണെങ്കിൽ തറയിൽ വീണ് കിടക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കില് നമ്മളെ സ്റ്റാലിനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. ഇതെന്താ പറ്റി? അലീനാണെങ്കിൽ ആഹാരമൊന്നും കഴിക്കാതെ ഇങ്ങനെ ബോധം കെട്ട് പോയെന്നും പറഞ്ഞിട്ടാണെങ്കിൽ വന്ന് കിടന്ന് അലീനയെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ട്ടോ. പക്ഷെ നമ്മൾ അലീനയ്ക്കാണെങ്കിൽ ഒരു ബോധവും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ സ്റ്റാലിനാണെങ്കിൽ ആൻ്റപ്പൻ്റെ അടുത്ത് പറയുന്നുണ്ട്, "പെട്ടെന്ന് പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വരാൻ" പറഞ്ഞിട്ട് നമ്മൾ ആൻ്റപ്പനെ പറഞ്ഞു വിടുകയൊക്കെ ചെയ്യുന്നുണ്ട് ട്ടോ. അങ്ങനെ പിന്നെ ആൻ്റപ്പൻ കൊണ്ടുവന്ന വെള്ളമൊക്കെ ഇങ്ങനെ അലീനയുടെ മുഖത്തൊക്കെ തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അലീനയ്ക്ക് ഇങ്ങനെ ബോധമൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളെ സ്റ്റാലിൻ പറയുന്നുണ്ട്, "എന്തിനാ മോളെ നീ ആവശ്യമില്ലാത്ത ഈ ഇപ്പം വ്രതവും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയത്? ഇപ്പം നീ എന്തിനാ ഈ ഒരു വ്രതം എടുക്കാൻ പോയെന്ന്" പറയുന്ന സമയത്തും നമ്മൾ അലീന പറയുന്നത്, "അത് ഞാന് പപ്പയ്ക്ക് വേണ്ടിയാ ഞാൻ വ്രതം എടുത്തതല്ല. ഞാൻ വേറെ ആർക്ക് വേണ്ടി വ്രതം എടുക്കാനാ?" അപ്പം നമ്മൾ സ്റ്റാലിൻ ചോദിക്കുന്നത്, എനിക്ക് വേണ്ടി എന്തിനാ ഇപ്പം നീ വ്രതം എടുത്തതെന്ന് ചോദിക്കുമ്പം, "ഇല്ല, പപ്പായുടെ ജീവിതവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയല്ലേ പൊയ്ക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഒന്ന് റെഡിയാവാൻ വേണ്ടിയാ ഞാനിങ്ങനെ വ്രതം എടുത്തത്. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ എന്റെ ലക്ഷ്യം പപ്പാടെ കള്ളുകുടി നിർത്തണം. പപ്പ ഇങ്ങനെ കള്ള് കുടിച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. പപ്പാക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ എനിക്ക് ആരുണ്ടെന്നൊക്കെ" ഇങ്ങനെ അലീന ചോദിക്കുന്ന സമയത്ത് നമ്മളെ സ്റ്റാലിൻ പറയുന്നുണ്ട്, "മോളെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ പറയണ്ട. എന്തായാലും ഇനി ആര് പറഞ്ഞാലും ഞാനാണെങ്കില് പിന്നെ കള്ളുകുടി നിർത്താനൊന്നും പോകുന്നില്ല" എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അലീന പറയുന്നുണ്ട്, "ശരി, എന്നാ പപ്പ കള്ള് കുടിച്ചോ. ഞാനാണെങ്കില് ആഹാരവും കഴിക്കത്തില്ല, വെള്ളവും കുടിക്കാതെ ഞാനും ഇരുന്നോളാം" എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ സ്റ്റാലിനാണെങ്കിൽ അലീനയ്ക്ക് വെള്ളമൊക്കെ കൊടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് നമ്മളെ അലീനയാണെങ്കിൽ ആ വെള്ളം കുടിക്കത്തൊന്നുമില്ല. അങ്ങനെ നമ്മൾ അലീനയാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ സ്റ്റാലിൻ്റെ അടുത്ത്. "അപ്പൊ പപ്പാക്ക് ഇത്രയ്ക്കും വാശിയാണെങ്കിൽ പപ്പ കള്ളുകുടി നിർത്തത്തില്ല എന്നുള്ളൊരു വാശി പപ്പാക്കുണ്ടെങ്കിൽ എനിക്കും ആ ഒരു വാശിയുണ്ട്. ഞാനും പപ്പാടെ മോള് തന്നെ. എന്തായാലും ഞാനും പപ്പ കള്ളുകുടി നിർത്താതെ ഞാനും എന്തായാലും ഈ ഒരു ആഹാരം ഞാനും കഴിക്കത്തില്ല" എന്ന് പറഞ്ഞിട്ട് നമ്മൾ അലീന വാശി പിടിക്കുന്നുണ്ട്. അപ്പം നമ്മളെ സ്റ്റാലിനാണെങ്കിൽ അവസാനം സഹികെട്ടാണെങ്കിൽ നമ്മളെ അലീനയുടെ ആ ഒരു വാശിക്ക് വഴങ്ങേണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ അലീന അടുത്ത് പറയുന്നുണ്ട്, "എന്തായാലും മോളെ നീ എനിക്കിപ്പം നിന്നെയും കാട്ടി വലുതൊന്നുമില്ല. വേറെ ഒന്നും ഞാൻ എന്തായാലും ഈ കള്ളുകുടി ഞാൻ ഉപേക്ഷിക്കാന്നൊക്കെ" പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അലീനയാണെങ്കിൽ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. "എന്തായാലും ഞാൻ പറഞ്ഞതനുസരിച്ച് പപ്പ എന്തായാലും കള്ളുകുടി നിർത്തിയല്ലോ" എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, "എനിക്ക് പപ്പ അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. പപ്പ ഇങ്ങനെ കള്ള് കുടിച്ച് ഇതായി കഴിഞ്ഞാൽ പപ്പാക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആരും ഇല്ലല്ലോ പപ്പ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് വാശി പിടിച്ചതെന്നൊക്കെ" നമ്മൾ അലീന പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ സ്റ്റാലിനാണെങ്കിൽ അലീനയുടെ അടുത്ത് പറയുന്നുണ്ട്, അവിടെ ഇരിക്കുന്ന കള്ളും കുപ്പിയും എല്ലാം എടുത്ത് ഒഴിച്ച് കളയാനൊക്കെ ഉള്ളൊരു സമ്മതവും നമ്മൾ അലീനയ്ക്കാണെങ്കിൽ സ്റ്റാലിൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മളെ പൗലോസൊക്കെ ആണെങ്കിൽ ആകെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാ. ഇതെന്ത് സാറാണെങ്കിൽ എല്ലാരെയും വിറപ്പിച്ച് നിർത്തുന്ന സാറിനെ ആണെങ്കിൽ ഈ പെണ്ണാണെങ്കിൽ എന്ത് മന്ത്രം ചെയ്തിട്ടാണ് ഈ പെണ്ണിങ്ങനെ സാറിനെ ആണെങ്കിൽ അവളെ ആ വഴിക്കൊക്കെ കൊണ്ടുവരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പൗലോസൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്നുള്ള എപ്പിസോഡുകൾ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.